അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൽ അതുപോലെ തന്നെ മറ്റു പല സൂറത്തുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ, അവർ മുൻഗാമികളായ ആളുകൾ അവരുടെ വിഷയത്തിൽ അള്ളാഹു സ്വീകരിച്ച സുന്നത്തല്ലാതെ, നടപടിക്രമമല്ലാതെ മറ്റെന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്, കാത്തിരിക്കുന്നത്? ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിൻ്റെ സുന്നത്തിന് അവൻ നിശ്ചയിച്ച നടപടിക്രമം, അതിൽ ഒരു മാറ്റം നിനക്ക് കാണാൻ സാധിക്കുകയില്ല. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല, അതിൽ ഒരു മാറ്റവും കണ്ടെത്തുക സാധ്യമല്ല. അള്ളാഹു നിശ്ചയിച്ചു വച്ചിട്ടുള്ള അവൻ്റെ ചര്യ, അത് ഈ ലോകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, അവസാന കാലഘട്ടം വരെ അള്ളാഹു നിശ്ചയിച്ചു വച്ചിട്ടുള്ള ആ സുന്നത്ത്, അത് അതുപോലെ തന്നെ അള്ളാഹു ഏതൊരു സമൂഹത്തിലും നടപ്പിലാക്കും എന്നുള്ളതാണ്. എന്താണ് ഈ പറയുന്ന സുന്നത്ത്? വിശുദ്ധ ഖുർആനിൽ നിരവധി മുൻഗാമികളായ പ്രവാചകന്മാരുടെയും അവരുടെ സമൂഹത്തിൻ്റെയും ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളെല്ലാം വിശദീകരിക്കുന്നതിനിടയിൽ സൂറത്തുൽ അങ്കബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഫകുല്ലൻ, അവരെയെല്ലാം, മുൻകാല സമുദായത്തിൽ അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ സമൂഹം ആ പ്രവാചകന്മാരെ ധിക്കരിച്ചപ്പോൾ, ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശത്തിന് എതിര് നിന്നപ്പോൾ, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, അവരെ മുഴുവൻ നാം പിടിച്ചു, ബിദംബിഹി, അവരുടെ പാപങ്ങൾ നിമിത്തം. ഫമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബ, അവരുടെ കൂട്ടത്തിൽ ചരൽ മഴ വർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച വിഭാഗമുണ്ട്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെ പോലെ. വമിൻഹും മൻ അഖദത്ഹു സ്വൈഹ, ഘോര ശബ്ദം കൊണ്ട് അള്ളാഹു ശിക്ഷിച്ച സമുദായമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ സ്വാലിഹ് നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് അപ്രകാരമാണ്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, അവരുടെ കൂട്ടത്തിൽ തന്നെ ഭൂമിയിലേക്ക് നാം ആഴ്ത്തിക്കളഞ്ഞവർ ഉണ്ട്. വമിൻഹും മൻ അഗ്റഖ്ന, അവരുടെ കൂട്ടത്തിൽ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ച് കളഞ്ഞ സമുദായവുമുണ്ട്. നമുക്കറിയാവുന്നതാണ്. ഖാറൂനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത് ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, അവനെയും അവൻ്റെ ആ കൊട്ടാരത്തെയും കൂടി അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ച സമുദായമാണ് ഫിർഔനും അവൻ്റെ ജനതയും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ ഖാന അല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു അവരോട് അക്രമം പ്രവർത്തിക്കുക എന്നത് അള്ളാഹുവിന് യോജിച്ചതല്ല. അള്ളാഹു അവരോട് അക്രമം പ്രവർത്തിച്ചിട്ടില്ല. ഇങ്ങനെയെല്ലാം അള്ളാഹു ശിക്ഷിച്ചത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അനീതിപരമായി ഒരു കാര്യമെന്ന നിലക്ക്, ഒരക്രമമെന്ന രൂപത്തിൽ അള്ളാഹു അവരുടെ വിഷയത്തിൽ ഇടപെട്ട ആ സമൂഹത്തെ നശിപ്പിച്ചതല്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവർ സ്വന്തത്തോട് തന്നെയാണ് അക്രമം ചെയ്തത്. ഇത് അള്ളാഹു നിശ്ചയിച്ച ഒരു നടപടിക്രമമാണ്. ശിക്ഷ അള്ളാഹു കാരണമാക്കിയിട്ടുള്ളത്, അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത് പാപങ്ങളുമായിട്ടാണ്. പാപം ചെയ്തവർ ആ പാപത്തിനനുസരിച്ചുള്ള ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ഈ സന്ദർഭങ്ങളെല്ലാം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ, അതല്ലെങ്കിൽ സൂറത്ത് ഹൂദ് എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ ചരിത്രം വിശദീകരിക്കപ്പെട്ടിട്ടുള്ള സൂറത്താണ്. ആ സൂറത്തിൽ ഖുറൈശികളായ, അന്നത്തെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ ദീനിനെ പരിഹസിച്ച, റസൂലിനെ പരിഹസിച്ച, ആക്രമിച്ച ആ വിഭാഗത്തോടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഹിയ മിനദ്ദാലിമീന ബിബഈദ്. ഇത് നമ്മൾ മനപ്പാടാക്കേണ്ട ഒരു വാക്കാണ് ഖുർആനിൽ. നമ്മളും ഇങ്ങനെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത് പോകുന്നവരാണ് എങ്കിൽ തെറ്റുകളെ നിസ്സാരമായി കാണുകയും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നമുക്കതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ആയത്ത് നമ്മൾ മനഃപ്പാടമാക്കി വെക്കണം, ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. സൂറത്ത് ഹൂദില 83-ാമത്തെ ആയത്താണ്. ആയത്തിൻ്റെ അവസാന ഭാഗമാണ് വമാ ഹിയ മിനദ്ദാലിമീന ബിബഈദ്. ഈ പറയുന്ന ശിക്ഷകളൊന്നും അക്രമികളെ സംബന്ധിച്ചിടത്തോളം വിദൂരത്തല്ല. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച ഏതോ ഒരു സമുദായത്തിന് മാത്രം ബാധകമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്നാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹിസ്സലാം, ഫിർഔന്റെ ജനത, ആ വിഭാഗങ്ങൾക്ക് മാത്രം അള്ളാഹു നിശ്ചയിച്ച എന്തോ ഒരു പ്രത്യേകമായ കാര്യമാണ് എന്ന് കരുതേണ്ടതില്ല. ഏതൊരക്രമി ഉണ്ടോ അവനവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. വമാ ഹിയ മിനദ്ദാലിമീന ബിബഈദ്. അക്രമികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിദൂരത്തല്ല. അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുൽമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുൽമിനെ എങ്ങനെ നിർവചിക്കാൻ പറ്റും? കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ. ഗുൽമെന്ന് പറഞ്ഞാൽ എന്താണ്? ഗുൽമെന്ന് പറഞ്ഞാൽ വദ്ഉ ശൈഇ അലാ ഗൈരി മൗദിഇഹി എന്നാണ്. ഒരു സാധനം അതിൻ്റെ സ്ഥാനത്തല്ലാതെ കൊണ്ടുപോയി വെക്കുക. ഒരു വസ്തു അത് വെക്കേണ്ടതല്ലാത്ത സ്ഥാനത്ത് വെക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് അള്ളാഹു നിശ്ചയിച്ച പരിധികൾക്കുള്ളിൽ വെക്കാനേ അനുവാദമുള്ളൂ. അതല്ലാത്തൊരു സ്ഥലത്ത് ആ കണ്ണ് പതിപ്പിച്ചാൽ ഗുൽമൻ, അക്രമം. നമ്മുടെ കൈ വെക്കേണ്ട സ്ഥലത്ത് വെക്കാം. ഇവിടെ എനിക്ക് വെക്കാം, ഇവിടെയും പിടിക്കാം, പ്രശ്നമില്ല. പക്ഷേ ഈ കൈ നിങ്ങളുടെ ഒരാളെ മുഖത്തും എനിക്ക് വെക്കാൻ അനുവാദമില്ല. അവിടെ വെച്ചാൽ അക്രമമായി. ഒരു വസ്തു അത് വെക്കേണ്ടതല്ലാത്ത സ്ഥാനത്ത് വെച്ചാൽ അതിനാണ് അക്രമം എന്ന് പറയാം. ഏതൊരു കാര്യം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ള അവയവങ്ങളിൽ ഏതൊരവയവവും അള്ളാഹു നിശ്ചയിച്ച ആ പരിധിക്ക് പുറത്ത് നമ്മൾ വെച്ചോ അതാണ് ഗുൽം, അക്രമം. അങ്ങനെ ആരെന്ത് ചെയ്യുന്നുണ്ടോ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിനെ അവൻ പേടിക്കണം. വമാ ഹിയ മിനദ്ദാലിമീന ബിബഈദ്. അക്രമികളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ എന്നുള്ളത് ഈ പറഞ്ഞ മുൻഗാമികൾക്ക് പറയപ്പെട്ട ശിക്ഷകൾ പോലെയുള്ള ശിക്ഷ വിദൂരത്തല്ല എന്നാണ്. അവർക്ക് മാത്രമുള്ളതല്ല. ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ ഈ സുന്നത്തിന് നീ എന്ത് കാണുകയില്ല, അതിന് ഒരു മാറ്റം നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പോൾ ശിക്ഷ എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ചൊരു നടപടിക്രമമാണ്. അതിൽ മാറ്റമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ശിക്ഷയിൽ നിന്ന് മാറി നിൽക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ ശിക്ഷക്കുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇന്ന് പറയപ്പെട്ടിട്ടുള്ള വിഷയം ഈ തെറ്റുകുറ്റങ്ങളുടെ അനന്തരഫലങ്ങളാണ്. തെറ്റുകുറ്റങ്ങളുടെ, പാപങ്ങളുടെ അനന്തരഫലം. ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സംസാരിക്കേണ്ട, സമയമെടുത്തും സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. പക്ഷേ നമ്മൾ ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇബ്നുൽ ഖയ്യിം അതുപോലെ തന്നെയുള്ള മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പോയിൻ്റ്, തെറ്റ് ചെയ്യുന്നവൻ അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഹൃദയത്തിൽ, സ്വന്തം നഫ്സിൽ അവനൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുമെന്നുള്ളതാണ്.
ഒരു വഹ്ശത്ത്, ഒരു അന്ധകാരം, ഒരൊറ്റപ്പെടൽ. എന്താണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വചനം പറയുമ്പോൾ കൂടുതൽ വ്യക്തമാവും. അദ്ദേഹം പറയുകയാണ്, ഇന്ന ലിൽ ഹസനത്തി ദിയാഅൻ ഫിൽ വജ്ഹി. ഒരു നന്മ ഒരുത്തൻ ചെയ്താൽ നന്മക്കെന്തുണ്ട്, അതിൻ്റെ പരിണിത ഫലമായി ഒരു നന്മയ്ക്ക് ശേഷം അവൻ്റെ മുഖത്തൊരു പ്രകാശം വരാനുണ്ട്. വനൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിലും അതുപോലെ തന്നെ ഒരു പ്രകാശം വരുന്നതാണ്. വസഅതൻ ഫിൽ റിസ്ഖി, അവൻ്റെ ഉപജീവനത്തിൽ വിശാലത അനുഭവപ്പെടുന്നതാണ്. വഖുവ്വതൻ ഫിൽ ബദനി, അവൻ്റെ ശരീരത്തിന് ശക്തി, ഉന്മേഷം, ആരോഗ്യമുണ്ടാവുന്നതാണ്. വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഇഷ്ടം നിറച്ചു കൊടുക്കുന്നതാണ്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ അത് നിസ്സാരമാണ് എന്ന് വിചാരിക്കരുത്. അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്നതെല്ലാം സംഭവിക്കാം. ആളുകൾ നമ്മെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത നന്മയുടെ ഫലമായിട്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരെങ്കിലും നമ്മളെ അപകീർത്തിപ്പെടുത്തുന്നത്, നമ്മുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും സംസാരിക്കുക ആളുകളുടെ മുന്നിൽ വെച്ച്, സമൂഹത്തിൽ വെച്ച്, അത് നമ്മൾ ആദ്യം തിരിയേണ്ടത് സ്വന്തത്തിലേക്കാണ്, അവനിലേക്കല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ്റെ ഹൃദയത്തെ നിർണയിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് റബ്ബാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തുടർന്ന് പറയുകയാണ്, വ ഇന്ന ലിസ്സയ്യിഅതി സവാദൻ ഫിൽ വജ്ഹി. ഇതുവരെ നമ്മൾ പറഞ്ഞത് നന്മ ചെയ്യുന്ന ഒരാളുടെ അവസ്ഥയാണ്. ഇനി തിന്മ ചെയ്യുന്ന ഒരുത്തൻ്റെ അവസ്ഥ എന്താണ്? അവൻ്റെ മുഖത്ത് ഒരു കറുപ്പ് വരുന്നതാണ്. കറുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രകാശമില്ലാതെയാകും. വ ഗുൽമതൻ ഫിൽ ഖൽബി, ഹൃദയത്തിലും അതുപോലെ ഒരു അന്ധകാരം നിറയുന്നതാണ്. വ വഹ്നൻ ഫിൽ ബദനി, അവൻ്റെ ശരീരത്തിന് ക്ഷീണമനുഭവപ്പെടുന്നതാണ്, പ്രയാസമുണ്ടാവുന്ന, ആരോഗ്യം കുറയുന്നതാണ്. വനഖ്സൻ ഫിൽ റിസ്ഖി, അവൻ്റെ ഉപജീവനം അതിൽ കുറവ് വരുന്നതാണ്. വബുഗ്ദതൻ ഫി ഖുലൂബിൽ ഖൽഖി, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അവനോടുള്ള വെറുപ്പ് ഉണ്ടായിത്തീരുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ നന്മ ചെയ്യുന്നവന് എന്തൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞോ അതിൻ്റെ എല്ലാം നേർ വിപരീതമായ കാര്യം ആർക്കുണ്ടാവും? തിന്മ ചെയ്യുന്ന ആളുകൾക്കുണ്ടാവുമെന്നുള്ളതാണ്. അത് നമ്മൾ വിചാരിക്കാതെ എങ്ങനെയാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പൊതുവെ തിന്മ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പാപങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് രഹസ്യ ജീവിതമാണ്, പരസ്യ ജീവിതമാണ്. പരസ്യ ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ വെറുക്കും, അത് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വചനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, രഹസ്യമായിട്ട് തെറ്റ് ചെയ്യുന്നവനാണ് എങ്കിലും അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു സൃഷ്ടികളുടെ മനസ്സിൽ വെറുപ്പിട്ടുകൊടുക്കുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ ഇടപെടലാണ് രഹസ്യമായിട്ട് തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ രഹസ്യ ജീവിതമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അപകടം എന്ന് പറഞ്ഞാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ ചെയ്ത് അതൊരു ശീലമായി കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിന് സീൽ വെച്ച് കളയുമെന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന, അൽബാനി റഹിമഹുല്ലാ വിശ്വാസയോഗ്യമെന്ന് വിലയിരുത്തിയ ഹദീത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി അവൻ ഒരു തിന്മ ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. അവൻ ആ തിന്മ ചെയ്ത് ആ തിന്മയിൽ നിന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പാപമോചനം തേടിയാൽ ആ പുള്ളി അവിടെ നിന്ന് മാഞ്ഞു പോവുകയും അവൻ്റെ ഹൃദയം ശുദ്ധിയായിത്തീരുകയും ചെയ്യും. എന്നാൽ വഇൻ ആദ സീദ ഫീഹ ഹത്താ തഅലുവ ഖൽബുഹു, അവനിത് വീണ്ടും ആവർത്തിച്ചാലോ, തിന്മ ചെയ്തു, തൗബ ചെയ്തു, പിന്നെയും തിന്മ ചെയ്തുകൊണ്ടിരിക്കുക, തിന്മ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ, തൗബ ചെയ്യുന്നുമില്ല എങ്കിൽ അവൻ്റെ ഹൃദയത്തെ ആ തിന്മകൾ കൊണ്ട് പുള്ളി വീണ് ആ കറുത്ത പാടുകൾ അവൻ്റെ ഹൃദയത്തെ അതിജയിക്കും. എന്നിട്ട് ആ ഹൃദയം മുഴുവൻ ഒരു കറുത്ത ഹൃദയം പോലെയായിത്തീരുമെന്നാണ്. ഇതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ ഹൃദയത്തിന് റാന് ബാധിച്ചിരിക്കുന്നു, അവർ ചെയ്ത അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് എന്ന് അല്ലാഹു പറഞ്ഞത് ഇതിനെപ്പറ്റിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരും. അള്ളാഹു നമ്മുടെ ഹൃദയത്തെ ഉലൈക്കല്ലദീന ത്വബഅ അല്ലാഹു അലാ ഖുലൂബിഹിം, ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ അള്ളാഹു എന്ത് ചെയ്യും? അവരുടെ ഹൃദയത്തിന് അള്ളാഹു സീൽ വെച്ചു. അള്ളാഹു സീൽ വെച്ച് കഴിഞ്ഞാലത്തെ പ്രശ്നം എന്താണ്? പിന്നെ നമ്മൾ ഇതുപോലെ ക്ലാസ്സിൽ വന്നിരുന്നാലും എത്ര ഖുർആൻ ഓതിയാലും എത്ര അറബി കിതാബുകൾ വായിച്ചാലും എത്ര ദീനിൻ്റെ വിഷയങ്ങൾക്ക് നമ്മുടെ ചെവിയോ മനസ്സോ തുറക്കാമെന്ന് വിചാരിച്ചാലും കീഴ്പ്പെടില്ല. അതൊന്നും നമുക്ക് സ്വാധീനിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അല്ലാഹുൽ മുസ്തആൻ, വലിയൊരു അപകടകരമായൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം തുടക്കം എവിടെയാണ്? പെട്ടെന്നൊരു നിമിഷം കൊണ്ട് അങ്ങനെ ആയിത്തീരുന്നതല്ല, ഒരു ഒന്നോ രണ്ടോ തിന്മകൾ കൊണ്ട് അങ്ങനെ ആയിത്തീരുന്നതല്ല. തിന്മകളുടെ വാതിൽ നമ്മൾ എവിടെയാണോ തുറന്നിരിക്കുന്നത് അത് അടച്ചു വെക്കണം. ഞാൻ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് പറയും ഈ വിഷയം സംസാരിക്കുമ്പോൾ. തിന്മകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല, ആരുമില്ല. കുല്ലു ബനി ആദമ ഖത്താ, ആദമിൻ്റെ സന്തതികൾ മുഴുവൻ തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരോട് ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവന്ന് തെറ്റ് ചെയ്യുന്ന, എന്നിട്ട് അതിന് ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരുമായിരുന്നു എന്നാണ് എന്നാലോചിക്കുക. കാരണം ഇസ്തിഗ്ഫാർ അള്ളാഹുവിന് അത്ര ഇഷ്ടമാണ്, അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് റബ്ബിന് അത്രയും ഇഷ്ടമാണ് എന്നുള്ളത് അങ്ങനെ വരെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹം നമ്മളെ നല്ല നിലക്ക് സ്വാധീനിക്കും. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അകപ്പെടാൻ സാധ്യതയുള്ള തെറ്റുകൾ ധാരാളമാണ്. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റുകൾ ധാരാളമായിരിക്കും, തിന്മകൾ. പക്ഷേ അവിടെ നിലനിൽക്കുന്ന മുഴുവൻ തിന്മകളിലും അകപ്പെട്ടൊരു വ്യക്തി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ സർവമാന തിന്മകളിലും അകപ്പെട്ടൊരു വ്യക്തി സാധ്യത കുറവാണ്, ഉണ്ടാകില്ല എന്ന് പറയാം. നമ്മൾ ചിന്തിക്കേണ്ടത്, ശൈത്താൻ നമുക്ക് മുമ്പിൽ വിരിച്ചിട്ടുള്ള തിന്മകളുടെ വലകളിൽ ഏതിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. എല്ലാ തിന്മയും അകപ്പെട്ടൊരു വ്യക്തി ഉണ്ടാവില്ല. ചില ആളുകൾക്ക്, ഉദാഹരണം യുവാക്കളുടെയൊക്കെ അവസ്ഥ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ചില ആളുകൾക്ക് മ്യൂസിക്കായിരിക്കും അവർക്കൊരിക്കലും ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത കാര്യം. ചില ആളുകൾക്ക് മറ്റു സുഹൃത്ത് ബന്ധങ്ങളായിരിക്കും, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചില ആളുകൾക്ക് ഒരിക്കലും ഹറാമാണെന്നറിയാം എന്നാലും ഒഴിവാക്കാൻ പറ്റാത്ത. ചില ആളുകൾക്ക് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും.
ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോരുത്തരും ഒരു സമയം മാറ്റിവെച്ച് ചിന്തിക്കേണ്ടത്, എന്നെ ഈ തിന്മകളുടെ കൂട്ടത്തിൽ, റബ്ബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ തിന്മകളുടെ കൂട്ടത്തിൽ ഏതിലാണ് ശൈത്താൻ എന്നെ പിടിച്ചിരിക്കുന്നത് എന്നാണ് ആദ്യം വിലയിരുത്തേണ്ടത്. ആദ്യത്തെ പണി അതാണ്. ഞാൻ ഏതിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വയം വിലയിരുത്തുക. ഹാസിബു ഖബ്ല അൻ തുഹാസബു, റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിങ്ങൾ സ്വയം വിചാരണ ചെയ്യും. നിങ്ങൾ വിചാരണക്കെടുക്കപ്പെടുന്നതിന് മുമ്പ്, നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ സ്വയം നമ്മളൊന്ന് വിചാരണ ചെയ്യുക. ഞാൻ അകപ്പെട്ടിരിക്കുന്ന തിന്മേതാണ്. ഉണ്ടാവും, ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓരോരുത്തർക്കും പല പല മേഖലകളായിരിക്കുമെന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു നിലക്ക് ശൈത്താൻ പിടിച്ചവരായിരിക്കും നമ്മളെല്ലാവരും. നമ്മൾ ചിന്തിക്കുക, ഏതിലാണ് എൻ്റെ വീക്ക്നെസ്? ചിലപ്പോൾ ഏതെങ്കിലും വാജിബായ കർമ്മങ്ങൾ ഒഴിവാക്കുന്നതിലായിരിക്കും. അങ്ങനെയാണോ? പ്രവൃത്തിയിൽ മാത്രമല്ല ഹറാമ് തിന്മകളുള്ളത്, പ്രവർത്തിക്കാതിരുന്നാലും തിന്മയാവും. ഒരു വാജിബായ കാര്യം ചെയ്യാതിരുന്നാലും തിന്മയാണ്. പണ്ഡിതന്മാർക്കിടെ ചർച്ചയുള്ള വിഷയമാണ്. ഒരു ഹറാമ് ചെയ്യുന്നതാണോ ഗൗരവം കൂടുതൽ, അതല്ല ഒരു വാജിബ് ഒഴിവാക്കുന്നതാണോ ഗൗരവം കൂടുതൽ? ചർച്ചയുള്ള വിഷയമാണ് പണ്ഡിതന്മാർക്കിടെ. വെറുതെ ഒരു കാര്യം ചെയ്യാതിരുന്നാലും തിന്മയാവുന്നു. വാജിബായ കാര്യം നിസ്കരിക്കേണ്ട സമയത്ത്, നിർവഹിക്കേണ്ട സമയത്ത് അത് നിർവഹിക്കാതെ മിണ്ടാതെ കിടന്നുറങ്ങിയാലും അവൻ തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് പോരായ്മ ഉള്ളത്? ആ പോരായ്മ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ അങ്ങേ അറ്റം വിദൂരത്തായിരിക്കണം. അത് ഒരു ദിക്കിലും, ഞാൻ മറ്റൊരു ദിക്കിലായിരിക്കണം. ബാക്കിയുള്ള തിന്മകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കള്ള് കുടിക്കാൻ ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തി, കള്ളിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു വ്യക്തി ഒരു പക്ഷേ കള്ള് ഷാപ്പിൽ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവൻ കുടിക്കില്ല. അത് ചെയ്യാൻ പറ്റില്ലെന്നുള്ള വേറെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ നേരെ മറിച്ച് കള്ളിനോട് താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവൻ കള്ളുള്ള ജില്ലയിൽ തന്നെ നിൽക്കാൻ പാടില്ല. അവൻ്റെ രാജ്യത്ത് കള്ളിനോട് അത്ര താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് ആകെ ഒരു കള്ള് ഷാപ്പുള്ളെങ്കിൽ അവനവിടെ പോയി കുടിക്കും. ശരിയല്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരും വിലയിരുത്താൻ, എന്നെ ശൈത്താൻ പിടിച്ചിരിക്കുന്ന വിഷയം ഏതാണ്? ഉണ്ടാവും, ഏതെങ്കിലുമൊക്കെ ഒരു പോയിൻ്റുകൾ ഉണ്ടാവും നമ്മളെ ഈമാനിനെ കുറച്ച് കളയാൻ സാധ്യമാവുന്ന, അതല്ലെങ്കിൽ നമ്മളെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലുമൊക്കെ നിലക്കുള്ള പോയിൻ്റുകളിൽ നമ്മൾ ഓരോരുത്തരെയും ശൈത്താൻ പിടിച്ചിട്ടുണ്ടാവും. അതേതാണെന്ന് കൃത്യമായി വിലയിരുത്തുക. അതിനോട് ഒരു നിലക്കും ആ വാതിൽ നമ്മൾ തുറക്കാൻ പാടില്ല. ഒരു നിലക്കും ആ വാതിൽ നമ്മൾ തുറക്കാൻ പാടില്ല, പൂർണ്ണമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടാവും. എന്നാൽ തന്നെ നമുക്ക് വലിയൊരു ഖൈർ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കും. അതാണ് പറഞ്ഞത്, ഇങ്ങനെ തെറ്റിനെ നിസ്സാരമായി കാണുന്ന ആളുകളാണ് എങ്കിൽ, അതിനെ ഗൗനിക്കാതെ വരികയാണ് എങ്കിൽ, തെറ്റ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിന് അള്ളാഹു സീല് വെച്ച് കളയുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നാണ്. മൂന്നാമത്തെ പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജീവിതത്തിൽ ഹയാ, ലജ്ജ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടാവും. ലജ്ജ എന്ന് പറഞ്ഞ സാധനം അത് അള്ളാഹു എടുത്തു കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, നിനക്ക് ലജ്ജയില്ല എങ്കിൽ നീ തോന്നുന്നത് പോലെ ചെയ്തു എന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലജ്ജയില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തെറ്റുകുറ്റങ്ങളെ ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വചനം എന്താണ്? ഇന്നൽ മുഅ്മിന, ഒരു വ്യക്തി അവൻ്റെ തെറ്റിനെ കാണുന്നത്, നിങ്ങൾ കേട്ട് പരിചയിച്ച വാക്കായിരിക്കും. ഒരു തെറ്റിനെ അവൻ കാണുന്നത് കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, തൻ്റെ അടുത്തേക്ക് വീഴാനിരിക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ കീഴെ ഇരിക്കുന്നവനെ പോലെ ആയിരിക്കുമെന്ന് എന്നാലോചിച്ച് നോക്കി. ഇതൊന്ന് ശരിക്കും സങ്കല്പിച്ച് നോക്കുന്നു. നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മുടെ മുകളിൽ വലിയൊരു പർവ്വതം ഇപ്പോൾ വീഴുമെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ അവിടെ ഇരിക്കുമോ? ഇല്ല, ആരും ഇരിക്കില്ല, ബുദ്ധിയുള്ള ഒരാളും ഇരിക്കില്ല. ഇങ്ങനെ ആകണം ഒരു മുഅ്മിൻ എന്നാണ്. തെറ്റ് എവിടെയുണ്ടോ, തെറ്റിന് സാധ്യതയുണ്ട്, വീണിട്ടില്ല, തെറ്റിന് സാധ്യതയുണ്ടോ, നമ്മൾ ആ തെറ്റിലേക്ക് അകപ്പെടാൻ നമ്മൾ അവിടുന്ന് മാറിയിട്ടുണ്ടാവും. എന്നാൽ ഒരു ഫാജിറായ ഒരു വ്യക്തി കഅന്നഹു
യറാ ദുനൂബഹു കദുബാബിൻ മർറ അലാ അൻഫി. അവൻ്റെ മൂക്കിൻ്റെ അടുത്തുകൂടി പോകുന്ന ഒരു ഈച്ചയെപ്പോലെ. ഒരു ഈച്ച അടുത്ത് കൂടി പോയാൽ നമ്മിപ്പോൾ എന്താ ചെയ്യുക? ഇതിൻ്റെ ഇടയിൽ, ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു ഈച്ച നമ്മുടെ മൂക്കിൻ്റെ അടുത്ത് കൂടി പോയാൽ അങ്ങനെ തട്ടും, കഴിഞ്ഞു, ഇത്രയുള്ളൂ. അത് നമ്മൾ ഗൗനിക്കുന്നില്ല ആ വിഷയം. ഒരു ഈച്ച പോയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അത്രമാത്രം നിസ്സാരമായിരിക്കും ഒരു ഫാജിറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് എന്നാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇവൻ്റെ ലജ്ജ നഷ്ടപ്പെടും. എങ്ങനെയാണ് ലജ്ജ നഷ്ടപ്പെടുന്നത്? തെറ്റിനോട് ഗൗരവം കുറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് പിന്നീട് രഹസ്യമായി ചെയ്തിരുന്നത് പിന്നീട് പയ്യെ 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 അത് പരസ്യമാകാൻ തുടങ്ങും. ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഹദീസ്. തെറ്റിനെ നിസാരമായി കാണുന്ന, തെറ്റ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവൻ്റെ തെറ്റ് പിന്നീട് അത് രഹസ്യമെന്നത് പിന്നെ പരസ്യത്തിലേക്ക് എത്തും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിദീൻ. തെറ്റ് പുറത്ത് ആക്കാത്തവൻ, അവൻ ചെയ്ത തെറ്റ് പുറത്ത് പറയാത്തവൻ, അവരല്ലാത്ത ബാക്കി എല്ലാവർക്കും എൻ്റെ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. തെറ്റ് പുറത്താക്കാത്തവൻ. എങ്ങനെയാണ് സന്ദർഭം? വ ഇന്ന മിനൽ മുജാഹറത്തി. തെറ്റ് പുറമെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, തെറ്റ് വ്യക്തമാക്കുക, പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അയ്യഅമല റജുലു ബില്ലൈലി അമല. ഒരു വ്യക്തി രാത്രി ഒരു തെറ്റ് ചെയ്തു, ആരും കാണാത്ത സന്ദർഭത്തിൽ ഒരു തെറ്റ് ചെയ്തു. ഫുമ്മ യുസ്ബിഹു വഖദ് സതറഹുല്ലാഹ്. അവൻ രാവിലെയായി, കിടന്നുറങ്ങി രാവിലെയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത ആ തെറ്റ് അല്ലാഹു മറച്ചു വെച്ചിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ അവൻ എഴുന്നേറ്റപ്പോൾ അല്ലാഹു അത് വെളിവാക്കിയിട്ടില്ല. പക്ഷേ അവൻ പറയും, ഫയഖൂൽ യാ ഫുലാൻ, അവൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട്, അതല്ലെങ്കിൽ അവൻ്റെ പരിചയക്കാരെ കൂട്ടത്തിൽ സംസാരിക്കുന്നതിനിടയിൽ, യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദ വ കദ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അവൻ പറയുന്ന അവസ്ഥ. വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു. അവൻ രാത്രി ഉറങ്ങിക്കിടന്ന സമയത്ത് രാവിലെ ആകുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ വയുസ്ബിഹു യക്ഷിഫു സിത്രല്ലാഹി അൻഹു. അള്ളാഹുവിൻ്റെ ആ മറ രാവിലെ ആയപ്പോൾ ഇവൻ നീക്കിക്കളഞ്ഞു എന്നാൽ, ഇവനത് വെളിവാക്കി എന്നാൽ. തെറ്റ് നമ്മൾ ചെയ്തത് മനസ്സിനത് തെറ്റല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരവസ്ഥ വരും. മനസ്സിനതൊരു തെറ്റായിട്ട് മനസ്സിന് തോന്നാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ അത്രമാത്രം നിസ്സാരമായി കഴിഞ്ഞാൽ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്നതാണ് എങ്കിലും അത് നമ്മൾ പുറത്ത് പറയുന്ന അവസ്ഥ ഉണ്ടാക്കാൻ സാധ്യത. പയ്യെ പയ്യെ അത് പുറത്ത് തന്നെ വെളിവായി നമ്മൾ ചെയ്യുന്ന അവസ്ഥയിലേക്കും എത്താൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായ അവസ്ഥയാണ് എന്നുള്ളതാണ്. ഇതും നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇതൊന്നും ഒരിക്കലും ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. ശൈത്താൻ്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരുത് എന്നാണ് പറഞ്ഞത്. ചിന്തിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ച് അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ് പറഞ്ഞത്. വ്യഭിചരിക്കരുത് എന്നല്ല അല്ലാഹു പറഞ്ഞത് ആയത്തിൽ. വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ്. അടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മുമ്പ് ചില മുഖദ്ദിമാത്തുകളുണ്ട്, അതിന് ചില സ്റ്റെപ്പുകളുണ്ട്. അതിന് മുമ്പ് അതിലേക്ക് പോലും നമ്മൾ അടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ അടുത്താൽ എന്താണ് പ്രശ്നം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ തെറ്റിലേക്കുള്ള ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരമാണ്. പക്ഷേ ഒരിക്കലും സഹോദരങ്ങളെ അങ്ങനെ നമ്മൾ കണക്കാക്കാനേ പാടില്ല. ശൈത്താൻ പക്ഷേ പല കാരണങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടായിരിക്കും അത് ചെയ്യിപ്പിക്കുക. പണ്ഡിതന്മാർ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്ന കാര്യം അത്ഭുതകരമായ കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ആ തെറ്റ് ചെയ്യുന്നത് വേറെ പല നന്മകൾക്ക് വേണ്ടി ആയിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പല ന്യായങ്ങളും നമ്മൾക്ക് തോന്നിയിട്ടായിരിക്കാം. ഞാൻ ഇന്നതിന് വേണ്ടി ചെയ്തപ്പോൾ ചെയ്തതല്ലേ, അതല്ലെങ്കിൽ ആ കാര്യം നടക്കാൻ വേണ്ടി ചെയ്തതല്ലേ, അതിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതല്ലേ എന്നെല്ലാം തോന്നിപ്പിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ശൈത്താൻ ആ തെറ്റ് നമ്മളെ ചെയ്യിപ്പിക്കുക. ആ ഒരു സ്റ്റെപ്പായിരിക്കും പിന്നീട് നമ്മളെവിടെയൊക്കെ എത്തിക്കുക? ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് പയ്യെ പയ്യെ
എത്തിക്കാൻ സാധ്യതയുള്ളത് എന്നാണ്. കാരണം ഇവിടെ ചിന്തിക്കേണ്ട വിഷയം ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ ഇന്ന മിൻ ഉഖൂബത്തി സയ്യിഅ അസ്സയ്യിഅതു ബഅദഹ, ഇന്ന മിൻ ഉഖൂബത്തി സയ്യിഅ അസ്സയ്യിഅതു ബഅദഹ, ഒരു തിന്മയുടെ ശിക്ഷ എന്ത്, ഒരു തിന്മ ചെയ്താൽ അതിനുള്ള ശിക്ഷയാണ് അടുത്ത തിന്മ ചെയ്യുക എന്നുള്ളത്. അല്ലാഹു മുസ്തആൻ. ഒരു തിന്മ നമ്മൾ ചെയ്താൽ അതിൻ്റെ ശിക്ഷയാണ് അടുത്ത തിന്മയിലേക്ക് എളുപ്പം തോന്നും എന്നുള്ളത്. നമ്മൾ തന്നെ നമ്മളെ ജീവിതത്തിൽ ചിന്തിച്ചാൽ മതി. അള്ളാഹു നമ്മളെല്ലാം ഫിത്രത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലേ? സംശയമില്ലാത്ത കാര്യം. നമ്മളെല്ലാം ജീവിതത്തിൽ പല നിലക്കുള്ള തിന്മകൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കിയ ഒരു ഹറാം, തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നല്ല പിടക്കൽ പിടച്ചിട്ടുണ്ടാവും. നമ്മുടെ മനസ്സ് ആ തിന്മ ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ പ്രയാസം രണ്ടാമത് ചെയ്യുമ്പോണ്ടാവില്ല, ഉറപ്പാണ്. ആദ്യം ചെയ്യുമ്പോഴത്തെ പ്രയാസം രണ്ടാമത്തെ തവണ ഉണ്ടാവില്ല, യാതൊരു സംശയം. ആദ്യത്തെയും രണ്ടാമത്തെയും ചെയ്തപ്പോൾ ഉണ്ടായ പ്രയാസം മൂന്നിലുണ്ടാവുമോ? മൂന്നിലുണ്ടാവില്ല. ഇതാണ് പറഞ്ഞത്. ഇത് ആദ്യത്തെ തെറ്റിൽ നമ്മൾ കാല് വെച്ചതാണ് ഈ രണ്ടാമത്തെ തവണ അതിന് നമ്മുടെ മനസ്സിൽ ചെറുതായി തോന്നാൻ കാരണം. അതല്ലെങ്കിൽ സെയിം പ്രവർത്തനമാണ് ചെയ്യുന്നത്. സെയിം പ്രവർത്തനം 10 തവണ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എഫക്റ്റ് 10 ടൈപ്പാണ്. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അതേ അളവിൽ, അതേ തെറ്റ്, അതേ സന്ദർഭത്തിൽ, അതേ രൂപത്തിൽ തന്നെ ചെയ്താലും രണ്ടാമത്തെ തവണ ഉണ്ടാവില്ല. വലിയ അപകടകരമായിരുന്നു. ഒരു തിന്മ ചെയ്യുക എന്നുള്ളത് അടുത്ത തിന്മയിലേക്കുള്ള സ്റ്റെപ്പാണ്. വ ഇന്ന മിൻ സവാബിൽ ഹസനത്തി അൽ ഹസനത്ത് ബഅദ, അതുപോലെ തന്നെയാണ് ഒരു നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലമാണ് അടുത്ത നന്മക്കുള്ള പ്രോത്സാഹനം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വലിയഅലമിൽ ലബീബു, ബുദ്ധിയുള്ളവൻ അവൻ മനസ്സിലാക്കിയിരിക്കട്ടെ, അന്ന മുദ്മിൻ ശഹവാതി യസീറൂന ഇലാ ഹാലത്തിൻ ലാ യൽതദ്ദൂന ബിഹാ. ഇതും നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ്. അതായത് ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് തെറ്റുകൾ ചെയ്ത് ഹറാമുകൾ ചെയ്ത് ആ തുടക്ക കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ വലിയൊരു കാലഘട്ടം വരെ ഒരു പക്ഷേ ആ ഹറാമ് അത് ചെയ്യുന്നതിൻ്റെ ആസ്വാദനം ആ വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടാവും, അല്ലേ? ഒരു ഹറാം ഇപ്പോൾ ആളുകൾ ചെയ്യണത് എന്തുകൊണ്ടാണ്? ഹറാമിൽ ആസ്വാദനം ഉള്ളതുകൊണ്ടാണ്. ആസ്വാദനം ഇല്ല ആരും ചെയ്യും? ഇല്ല, ആരും ചെയ്യില്ല. ആസ്വാദനമുണ്ട് ഹറാമിൽ, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്, അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഹറാമുകൾക്ക് ആസ്വാദനമില്ല എങ്കിൽ പിന്നെ എന്താണ് കാര്യം? അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്നാണ് ഓർമ്മ, അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നമ്മിൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് പരസ്പരം തൻ്റേതല്ലാത്ത വർഗത്തോട് ഒരു അട്രാക്ഷൻ ഉണ്ടാകുക എന്നുള്ളത്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടും ഒരു പുരുഷന് ഒരു സ്ത്രീയോടും താല്പര്യം തോന്നുക എന്നുള്ളത് റബ്ബ് നിശ്ചയിച്ച കാര്യമാണ്. ഇത് നിശ്ചയിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇത് നിശ്ചയിക്കണം. ഇത് നിശ്ചയിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അടുത്ത തലമുറകളുണ്ടാവില്ല. ഒരു പുരുഷനൊരു സ്ത്രീയോട് താല്പര്യം തോന്നുന്നില്ല എങ്കിൽ എങ്ങനെ വിവാഹം കഴിക്കും? വിവാഹം കഴിഞ്ഞ് എങ്ങനെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേർപ്പെടും? എങ്ങനെ അടുത്തൊരു തലമുറ ഉണ്ടാവും? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിശ്ചയിച്ച കാര്യമാണ്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനൊരു സ്ത്രീയോടും താല്പര്യം തോന്നും. അത് ഇനി ആരിവിടെ നിഷേധിച്ചാലും, എത്ര ലിബറൽ ചിന്താഗതികളുള്ളവർ എന്ത് പറഞ്ഞാലും, ഇത് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. ഇത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഈ അള്ളാഹു തന്ന ഇതൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം. ഇതൊരു അനുഗ്രഹമാണ്. ഇതില്ല എങ്കിൽ എന്താണ് അവസ്ഥ? ഇതില്ലാത്തവരുണ്ടല്ലോ, വളരെ വിരളമായ ചില ആളുകളുണ്ടല്ലോ ഇതില്ലാത്തവർ. ഇതില്ല എങ്കിൽ എന്താണ് അവസ്ഥ? ഇതില്ല എങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ഇത് അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ്. ഇതിനെ അള്ളാഹു
ആ തന്നതിനെ അള്ളാഹു നിശ്ചയിച്ച ആ അതിർവരമ്പിനുള്ളിൽ മാത്രം പ്രവർത്തിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതിന് ലദ്ദത്തുണ്ട്. ഈ ലദ്ദത്ത് അള്ളാഹു നിശ്ചയിച്ചാണ്, യാതൊരു സംശയമില്ല. ഇതെങ്ങനെ ചെയ്താലും ലദ്ദത്തുണ്ടാവും. ഈ വിഷയം എങ്ങനെയായാലും ലദ്ദത്തുണ്ടാവും. ഹറാമിലായാലും ഹലാലിലായാലും ലദ്ദത്തുണ്ട്. പക്ഷെ നമ്മളെ പരീക്ഷണം എന്താണ്? ഈ ലദ്ദത്ത് അള്ളാഹു തന്ന ഈ അനുഗ്രഹം ഏറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു വിഷയം മാത്രം, ഉദാഹരണം മാത്രം പറയാം. ഇതുപോലെ ഏതൊരു കാര്യം, അദ്ദേഹം ഭക്ഷണത്തിൻ്റെ വിഷയം വിശദീകരിക്കുന്നുണ്ട്. ഭക്ഷണം അത് കഴിക്കാൻ തോന്നുക എന്നത് അള്ളാഹു നമ്മിൽ നിശ്ചയിച്ച ഒരു അനുഗ്രഹമാണ്. ഇതൊരു അനുഗ്രഹമായിട്ട് മനസ്സിലാക്കണം. ആ അനുഗ്രഹം അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾക്കപ്പുറമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് നമ്മൾ തിരിച്ചാൽ അതാണ് ദുൽമ്. ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ അള്ളാഹു തന്ന ഈ അനുഗ്രഹത്തെ നമ്മൾ അവൻ നിശ്ചയിച്ചതിനപ്പുറത്തേക്ക് കടത്തിയാൽ എന്തുണ്ടാവും? അവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്. പറഞ്ഞു വന്നത്, തെറ്റുകൾ ചെയ്യുന്നവർക്കൊരു ലദ്ദത്തുണ്ട്, ഒരു ആസ്വാദനമുണ്ട്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഏറെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. തെറ്റ് ചെയ്ത് അതിൽ മുങ്ങിക്കുളിച്ച ആളുകൾ യസീറൂന ഇലാ ഹാലത്തിൻ ലാ യൽതദൂന ബിഹാ, അവർ ചെയ്ത് പിന്നീട് അവർക്ക് അത് ചെയ്യുമ്പോൾ ഒരു ആസ്വാദനം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. എത്രമാത്രം അത് ചെയ്തിട്ടുണ്ടാവണം അപ്പം അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഒരു ഹറാമ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുഖം അത് നഷ്ടപ്പെടും. അതായത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഒരു ഹറാമ്, നീ ചെയ്യുന്ന തിന്മ, അത് നിന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നീ അതിനുപേക്ഷിക്കണം. ഈ അവസ്ഥ അതാണ്. ആ തിന്മ അവൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു, ഇവനെ വേണ്ട ആ തിന്മക്ക്. കാരണം ആ തിന്മയിൽ നിന്ന് ഇവന് ആസ്വാദനം ലഭിക്കുന്നില്ല. അത്രമാത്രം അവൻ ചെയ്തു കഴിഞ്ഞു, ആസ്വാദനം ലഭിക്കാത്ത അവസ്ഥ. എന്നിട്ടോ വഹും അദാലിക ലാ യസ്തതിഊന തർക്കഹാ, അതിലേറെ പ്രയാസകരമായ കാര്യം, ആ തിന്മ ചെയ്തിട്ടും അവന് ആസ്വാദനം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവനത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അല്ലാഹുൽ മുസ്തആൻ. വലിയ അപകടകരമായ അവസ്ഥയാണ്. ഒരാസ്വാദനം ലഭിക്കണില്ല അത് ചെയ്തിട്ട്. അത് ചെയ്യുമ്പോൾ പ്രയാസം തന്നെ ഉള്ളൂ, അവനറിയാം. അത് ചെയ്യുമ്പോൾ മാനസികമായിട്ടും എല്ലാം കൊണ്ടും പ്രയാസം തന്നെ, പക്ഷെ അത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. എത്രമാത്രം അപകടകരമായ അവസ്ഥയാണ്. അന്നഹാ, കാരണം ഖദ് സാറത് ഇൻദഹും ബിമൻസിലത്തിൽ ഐശിൽ ലദീ ലാ ബുദ്ദ ലഹും മിൻഹു, ഇത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിപ്പോയി. അവൻ്റെ ജീവിതത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തു പോലെയായി മാറിയെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യം, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് ഈ തിന്മ എത്തിയെന്നുള്ളതാണ്. ഈ തിന്മ ചെയ്യുന്നതിലാണ് എങ്കിൽ അവന് വല്ല ആസ്വാദനമുണ്ടോ? അതുമില്ല. ആ തിന്മ അവൻ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു. എന്നാൽ ഇത് അവന് ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? അതും പറ്റുന്നില്ല. എത്രമാത്രം അപകടകരമായ അവസ്ഥയിൽ. ഇതൊന്നും സഹോദരങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഇതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. ഇങ്ങനെ അകപ്പെട്ട ആളുകളെ നമ്മൾ തന്നെ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. പല ഉസ്താദ്മാരുടെ അടുത്തും മൗലവിമാരുടെ അടുക്കലൊക്കെ വന്നു, ഉസ്താദ് എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റണ്ടേ, എനിക്കറിയാം തെറ്റാണ്, പക്ഷെ എനിക്കത് എന്താണ് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്ന ആളുകളെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, അല്ലേ? നമുക്കറിയാം. അതിലേക്കൊക്കെ കാരണമായത് എന്താണ്? ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചു എന്നുള്ളതാണ്. ആ സ്റ്റെപ്പ് അവൻ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ അവൻ ഈ അവസ്ഥ അനുഭവിക്കേണ്ട ഒരു പരിധിയിലേക്ക് എത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാം. സമയമായില്ലേ? 8:20 നമ്മൾ ചിന്തിക്കാം. ഇന്ന് നമ്മളൊരു നെയ്യത്ത് നമ്മളെ മനസ്സിൽ കരുതാം, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു തെറ്റും അതിൻ്റെ ഒന്നാമത്തെ വാതിൽ പോലും ഞാൻ തുറക്കില്ല എന്ന് നമ്മൾ ഉറച്ച നിശ്ചയം വെക്കാം. ഇതുവരെ ചെയ്യാത്ത തെറ്റ് ഉണ്ടാവുമല്ലോ, ഇതുവരെ ചെയ്യാത്ത തെറ്റുണ്ടാവും. ചിലപ്പോൾ വേറെ 30 വയസ്സിൽ ചെയ്യാത്ത തെറ്റ് ചിലപ്പോൾ 40-ാമത്തെ വയസ്സിലായിക്കോളും ചില ആളുകൾ ചെയ്യും. 40-ാമത്തെ വയസ്സിൽ ചെയ്യാത്ത തെറ്റ് ചിലപ്പോൾ 50-ാമത്തെ വയസ്സിലായിരിക്കും ചെയ്യും. ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു തെറ്റിൻ്റെ ഒന്നാമത്തെ വാതിൽ പോലും ഞാൻ തുറക്കില്ല എന്ന് നെയ്യത്ത് വെക്കാം. രണ്ടാമത്തെ കാര്യം, ഇതുവരെ നമ്മൾ ചെയ്ത തെറ്റുകൾ, വിഷയം കുറച്ചും കൂടി കൂടുതൽ പറയേണ്ട വിഷയം ഇൻഷാല്ലാഹ് പിന്നീട് സൗകര്യം അനുസരിച്ച് ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യം മാത്രം ഓർമ്മപ്പെടുത്തി, ഇതുവരെ നമ്മൾ ചെയ്ത തെറ്റുകൾ, അതിൽ നിന്ന്
ആത്മാർത്ഥമായി പാപമോചനം നടത്തുക. ആത്മാർത്ഥമായി ഒരു ദുആ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ദുആ ഇസ്തിഗ്ഫാർ നടത്തുക, അസ്തഗ്ഫിറുല്ലാഹ് എന്നെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതും നമ്മൾ ചെയ്യുക. കൂടെ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ അനന്തരഫലം അത് നമ്മുടെ അതൊരുപാടുണ്ട്. പല കാര്യങ്ങളും പറയാനുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ തെറ്റുകുറ്റങ്ങളുടെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കാൻ വേണ്ടി, ആ അനന്തരഫലത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്ന ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലിയൊരു അനുഗ്രഹമാണ്. ഈ ദുആ പഠിപ്പിച്ചു തന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. എന്താണ് ദുആ? പലർക്കറിയായിരിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു. ഇപ്പം തന്നെ മനപ്പാടാക്കാൻ പറ്റും. ഇപ്പം തന്നെ മനപ്പാടാം, അല്ലെങ്കിൽ നെറ്റിൽ അടിച്ചു വയ്ക്കാൻ മതി. ദുആ കിട്ടും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്? മിൻ ശർരി മാ അമിൽതു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തു പോയ എന്തൊക്കെ തെറ്റുകളുണ്ടോ, ഞാൻ ചെയ്തു പോയതിൽ നിന്ന് പാപമോചനമല്ല, ശ്രദ്ധിക്കണം, ചെയ്തു പോയതിൻ്റെ തിന്മയിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ്. ചെയ്തു പോയതിന് തിന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. അത് ദുനിയാവിലും മരണത്തിന് ശാസ്ത്രത്തിലും വരാനുണ്ട്. അതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കും. ഇതിലെന്തൊക്കെ പെട്ട്? ഇതിൽ നമ്മൾ ചെയ്ത പ്രവർത്തിച്ചിട്ട് വന്ന തിന്മകളെല്ലാം ഇതിൽപ്പെട്ടു, എല്ലാം പെട്ടു. വലിയ അനുഗ്രഹമാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു. തീർന്നില്ല, ദുആ തീർന്നിട്ടില്ല. വമിൻ ശർരി മാ ലം അഅമൽ, ഞാൻ ചെയ്യാതെ പോയതിൻ്റെ തിന്മയിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കും. ചെയ്യാതെ പോയതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല ആളുകൾക്കും ദീൻ മനസ്സിലാവുന്നത്, ഹിദായത്ത് കാര്യങ്ങൾ മനസ്സിലായി ദീനിലേക്ക് വരുന്നത് ചിലപ്പോൾ അല്ല 30-ലോ 20-ലോ വയസ്സിലായിരിക്കും. അവന് പ്രായപൂർത്തിയായത് മുതൽ അവൻ്റെ മേൽ നിർബന്ധമായ ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും ദീൻ മനസ്സിലാക്കിയിട്ടും അവൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതവൻ ചെയ്തിട്ടുണ്ടാകില്ല ജീവിതത്തിൽ. അങ്ങനെ റബ്ബെ ഞാൻ എന്തെങ്കിലും ചെയ്യാതെ പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ തിന്മയിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കും. ആ ചെയ്യാതെ പോയതെനിക്ക് പുറത്തു തരണമെന്നല്ല, ആ ചെയ്യാതെ പോയതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മുസീബത്ത് വരാനുണ്ടോ റബ്ബേ, അതിൽ നിന്നെല്ലാം നിന്നോട് റബ്ബേ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിൽ രണ്ടും പെട്ട്, നമ്മൾ പ്രവർത്തിച്ചിട്ട് വന്ന തിന്മകളും പെട്ട്, പ്രവർത്തിക്കാതെ വന്ന തിന്മകളും പെട്ട്. അതായത് ചെയ്യാതെ പോയ എന്തെങ്കിലും നന്മകളുണ്ട് എങ്കിൽ അത് ചെയ്യാത്തതിൻ്റെ പേരിലുള്ള ശിക്ഷയും ഇതിൽ പെട്ടു എന്ന്. ഈ ദുആ നമ്മൾ മനപ്പാടാക്കണം. ഈ ദുആഇനൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത് ഇതിനൊക്കെ വലിയൊരു പങ്കുണ്ടാവണം. അതായത് ഇസ്തിഗ്ഫാറൊക്കെ നമ്മുടെ ദുആഇൻ്റെ കൂട്ടത്തിൽ എവിടെയാണ് കിടക്കുന്നത്? നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് അള്ളാഹിനോട് ദുആ ചെയ്യാനിരുന്നാൽ എന്താണ് ഒന്ന് ലിസ്റ്റ് ചെയ്താലേ, ഒന്ന് ലിസ്റ്റ് എടുത്താൽ ഒന്നാമത് നമ്മൾ ചെയ്യുന്ന ദുആ എന്താണ്? ദുനിയാവിന് വേണ്ടിയാണോ അതോ ആഖിറത്തിന് വേണ്ടിയാണോ? ഒന്ന് ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയണം. അതിൽ ഇസ്തിഗ്ഫാർ എവിടെയാണ്? പാപമോചനത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? ഒന്നാമതാണോ, രണ്ടാമതാണോ, മൂന്നാമതാണോ, അതോ അതില്ലേ? ഒരു 5 മിനിറ്റ് ദുആ ചെയ്താൽ ഇസ്തിഗ്ഫാർ എന്ന് പറയണത് എൻ്റെ ദുആയിലില്ലേ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. ഇസ്തിഗ്ഫാർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ധാരാളം നന്മകളായിട്ട് റബ്ബിനെ മുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, അതായത് ധാരാളം നന്മകളുണ്ട്, കുറേ തിന്മകളുണ്ട്. അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നന്മകൾ ഇത്തിരി കുറഞ്ഞാലും തിന്മയുടെ കൂട്ടത്തിൽ ഒന്നുപോലും ഇല്ലാതെ, ഒരു തിന്മ പോലും ജീവിതത്തിൽ കണക്ക് പുസ്തകത്തിലില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അതുപോലെ അതാണ് നമ്മുടെ ലക്ഷ്യം, അതാകണം നമ്മുടെ ലക്ഷ്യം. തിന്മയുടെ കൂട്ടത്തിലൊന്നും ബാക്കിയുണ്ടാവരുത്. എല്ലാം പാപമോചനം തേടി 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 കരഞ്ഞ് കണ്ണീരൊഴുക്കിയിട്ടാണ് എങ്കിലും അത് നമ്മൾ മായ്ച്ചിട്ടുണ്ടാകും. വലിയൊരവസരമാണ് റമദാൻ കഴിഞ്ഞു പോയത്. മായ്ക്കപ്പെടേണ്ടതായിരുന്നു നമ്മുടെ
തിന്മകളെല്ലാം അള്ളാഹുവിനറിയാം, അത് മായച്ചിട്ടുണ്ടോ എന്ന്. അള്ളാഹു ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നൊക്കെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് ഉറപ്പില്ലാത്തിടത്തോളം കാലം നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുക, പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എളുപ്പമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.